and suddenly NEET 2026 got cancelled. ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു രണ്ട് വേർഡ് കണ്ടപ്പോൾ ലക്ഷക്കണക്കിന് നീറ്റ് എഴുതിയ സ്റ്റുഡൻസിന്റെ ഹാർട്ടാണ് ഒന്ന് സ്റ്റക്കായി പോയത്. നിങ്ങൾ മാത്രമല്ല, 3-4 കൊല്ലം മുന്നേ നീറ്റ് എഴുതിയ ഞങ്ങളുടെ മൈൻഡും ഒരു നിമിഷത്തേക്ക് ബ്ലാങ്ക് ആയി പോയി. എക്സാം കഴിഞ്ഞ് അങ്ങനെ ഫൈനലി ഒന്ന് റിലാക്സ് ചെയ്യാം എന്ന് വിചാരിച്ചവർ, നീറ്റിന്റെ റാങ്ക് കാൽക്കുലേറ്റ് ചെയ്തവർ, കട്ട് ഓഫ് പ്രഡിക്ഷൻ കണ്ടവർ, പാരന്റ്സിനോട് എക്സാം കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞവർ വീണ്ടും ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് തന്നെ പോവാണ്. അറിയാം, ഓണസ്റ്റ്ലി ഇത് മാർക്സിന്റെ പെയിൻ മാത്രമല്ല, ഇത് മെന്റലി ഡ്രെയിനിങ് ആണ്. 3 മണിക്ക് അലാറം വെച്ചിരുന്ന് പഠിച്ച ദിവസങ്ങൾ, ഫ്രണ്ട്സിന്റെ കൂടെയുള്ള ഔട്ടിങ് സ്കിപ്പ് ചെയ്ത് ഫോണ് മാറ്റി വെച്ച് MCQ സോൾവ് ചെയ്ത്, ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ചിലർക്ക് ഇതൊരു സെക്കൻഡ് ചാൻസ് ആണ്, ഒരു ലക്കാണ്. മറ്റു ചിലർക്ക് ഇതൊരു ഹാർട്ട് ബ്രേക്ക് തന്നെയാണ്. കാരണം കെമിസ്ട്രിയിലും ബയോളജിയിലും ഫുൾ മാർക്ക് മേടിച്ചത് ഒത്തിരി പേരുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇഫ് മെഡിസിൻ ഈസ് ദാറ്റ് ഈസി എവ്രി വൺ വുഡ് ബി ദി വൈറ്റ് കോട്ട്. സോ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നവരാണ് ഇവൻച്വലി ഡോക്ടേഴ്സ് ആവുന്നത്. സോ ഹോപ്പ് കൈവിടാതിരിക്കുക, ബി കൺസിസ്റ്റന്റ്. നമ്മുടെ റിലേറ്റീവ്സ് മുതൽ NTA വരെ തളർത്താൻ നമ്മൾ ശ്രമിക്കും, തളരരുത്. എപ്പോഴെങ്കിലും അറ്റ് എനി പോയിന്റ് വീണു എന്ന് തോന്നിക്കഴിഞ്ഞാൽ സട കുടഞ്ഞ് എഴുന്നേൽക്കുക. സോ cry if you need, rest if you want, but don't give up, because your dream college, your white coat, and the doctor before your name is still possible.